ദുബായിലെ ഗതാഗത സംവിധാനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന അൽവർഖ റോഡിന്റെ വികസനം പൂർത്തിയായതായി RTA അറിയിച്ചതാണ് ഇന്നിപ്പോ തികച്ചു ലോക്കലിൽ ആദ്യം പറയാനുള്ളത്. 4 റൗണ്ട് അബൌട്ടുകൾ മാറ്റിയതടക്കമുള്ള വിവിധ റോഡ് വികസന പദ്ധതികളാണ് RTA പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതോടെ റോഡ് ഗതാഗതം കൂടുതൽ സുഗമമാകും, 30% കണ്ട് എളുപ്പമാകുമെന്നും RTA അറിയിക്കുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനും റാസൽ ഖോർ റോഡിനും ഇടയിൽ ഇരു ദിശകളിലുമായി ഏകദേശം 7 കിലോമീറ്റർ ദൈർഘ്യമുള്ള അൽവർഖ 1 സ്ട്രീറ്റിലൂടെയുള്ള ഗതാഗത വിപുലീകരണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായിട്ട് 4 റൗണ്ട് അബൌട്ടുകൾ സിഗ്നൽ സ്ഥാപിച്ച കവലകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഏകദേശം 6.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മഴവെള്ള ഡ്രെയിനേജ് ശൃംഖലയുടെ നിർമ്മാണം, തെരുവ് വിളക്ക് തൂണുകൾ സ്ഥാപിക്കൽ, പാർക്കിംഗ് സ്ഥലങ്ങൾ കൂട്ടിച്ചേർക്കൽ എന്നിവയും ഈ വികസന പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. 41,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള കാൽനട പാതകളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. 2025 ജൂണിൽ പൂർത്തിയാക്കിയ മുൻ നവീകരണത്തിന്റെ തുടർച്ചയായിട്ടാണ് പുതിയ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. അൽവർഖ 1 ഗതാഗത സംവിധാനം കൂടുതൽ വിപുലമാകുന്നതോടെ പൂർത്തീകരിക്കുന്നതോടെ 30% കണ്ട് ഗതാഗതം കൂടുതൽ സുഗമമാക്കും എന്നുള്ള RTA അറിയിപ്പും ഇന്ന് വന്നിട്ടുണ്ട്. യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഒരുപാട് പ്രയോജനപ്പെടുന്നതാണ് പുതിയ റോഡ് വികസനം. അസ്ഥിരമായ കാലാവസ്ഥയുടെ സമയമാണ് UAE മിക്ക എമിറേറ്റുകളിലും ഇപ്പോഴുള്ളത്. ഇന്നലെ റാസൽ ഖൈമയിലും ഫുജൈറയിലും ഒക്കെ കാര്യമായ മഴ അനുഭവപ്പെട്ട ഒരു ദിവസമായിരുന്നു. നല്ല രീതിയിലുള്ള മഴയാണ് ഈ എമിറേറ്റുകളിലെല്ലാം പെയ്തത്. റാസൽ ഖൈമയിലെ അൽ ഹുവൈലത്ത് മേഖലയിൽ കനത്ത മഴയാണ് രേഖപ്പെടുത്തിയത്. ഫുജൈറ, കോർഫക്കാൻ തുടങ്ങിയ മേഖലകളിലെല്ലാം ഓറഞ്ച്, യെല്ലോ അലേർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ഫുജൈറയിലെ അൽ റമൈലയിലെ അൽ സോദ മേഖലകളിലൊക്കെ ചാറ്റൽ മഴ അടക്കമുള്ള മഴകൾ ഉണ്ടായിരുന്നു. അപ്പൊ ജനുവരി മാസത്തിൽ രാജ്യത്ത് സാധാരണ ലഭിക്കുന്ന മഴയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ എമിറേറ്റുകളിലെല്ലാം മഴ പെയ്യുന്നത്. ജബൽ ജെയ്സിൽ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തണുപ്പ് വരും ദിവസങ്ങളിലും ഏറ്റവും ശക്തമായി തന്നെ ഈ മേഖലയിൽ ഉണ്ടാകും. കാലാവസ്ഥ മാറ്റത്തിന്റെ ഒരു സമയമാണ്, അസ്ഥിരമായ കാലാവസ്ഥയുടെ ഒരു സമയമാണ്. അപ്പൊ പുറത്തിറങ്ങുന്നവർ ആവശ്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണം. അപകട സാധ്യതയുള്ള മേഖലകളിലൊന്നും പോവരുത്, പ്രത്യേകിച്ചും വെള്ളക്കെട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലകളിലൊന്നും പോവരുത് എന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ഇന്നും അസ്ഥിരമായ കാലാവസ്ഥ തുടരും. ചില ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് NCM അറിയിക്കുന്നത്. ദുബായ് എമിറേറ്റിലെ ചില സൂപ്പർ മാർക്കറ്റുകളുടെ പാർക്കിംഗ് നിയന്ത്രണം പാർക്കിംഗ് കമ്പനി ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളുടെ അല്ല എങ്കിലും ഈ സ്പിനീസ്, അതുപോലെ തന്നെ വെയ്റ്റ്രോസ് തുടങ്ങിയ ചില സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടല്ലോ, അപ്പൊ അവരുടെ പാർക്കിംഗ് സംവിധാനങ്ങളുടെ നിയന്ത്രണമാണ് പാർക്കിംഗ് കമ്പനി ഏറ്റെടുക്കുന്നത്. കറാമയിലെ ട്രേഡ് സെന്റർ റോഡിലുള്ള സ്പിനീസ് ശാഖകൾ, അതുപോലെ തന്നെ മോട്ടോർ സിറ്റി, അൽ മെയ്ദാൻ, ഉമ്മുസുഖൈം എന്നിവിടങ്ങളിലെ 4 ശാഖകൾ, മോട്ടോർ സിറ്റിയിലെയും അൽ താനിയയിലെയും 2 വെയ്റ്റ്രോസ് സ്റ്റോറുകൾ എന്നിവിടങ്ങളിലാണ് ഈ പാർക്കിംഗ് നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ എത്തിയാൽ ആദ്യ 2 മണിക്കൂർ സൗജന്യ പാർക്കിംഗ് ലഭിക്കും. ഇതിന് ശേഷമാണ് മണിക്കൂറിന് വിവിധ നിരക്കുകൾ ഈടാക്കുക. കഴിഞ്ഞ വർഷം ജനുവരിയിൽ മാജിദ് അൽ ഫത്തേം ഗ്രൂപ്പുമായി സഹകരിച്ച് വിവിധ മാളുകളിൽ പാർക്കിംഗ് കമ്പനിയാണ് പാർക്കിംഗ് സംവിധാനം നടപ്പാക്കിയത്. അത് സുഗമമായി മുന്നോട്ട് പോകുന്നു. ആ ആത്മവിശ്വാസത്തിലാണ് കൂടുതൽ സൂപ്പർ മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ട പാർക്കിംഗ് സംവിധാനത്തിന്റെ നിയന്ത്രണം പാർക്കിംഗ് കമ്പനി ഏറ്റെടുക്കുന്നതെന്നും അവർ അറിയിക്കുന്നുണ്ട്.